ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ പ്ലഷറാണ് വണ്ടി കേട്ടോ. അതിൻ്റെ നിലവിൽ പറഞ്ഞിരുന്ന കംപ്ലൈൻറ്റ് നമുക്ക് ഫ്രണ്ട് കവറുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അത് മാറ്റണം. പിന്നെ ഓൾറൗണ്ട് ഗാർഡ് ആ കമ്പി സൈഡിൽ കൂടെ വന്ന ആ കമ്പികൾ അത് പെയിൻറ്റ് ചെയ്യാനും സൈഡൊക്കെ പിടിപ്പിക്കാനും കറക്റ്റായിട്ട് ഇളകാതെ പിടിപ്പിക്കാനൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ഫ്രണ്ടിലത്തെ കവറുകൾ ആ ഗ്രില്ലുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ അടിഭാഗത്തെ ക്ലാമ്പുകളൊക്കെ പൊട്ടിപ്പോയിട്ട് നമ്മൾ പുതിയത് വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാനാണ് കേട്ടോ. ഇത് എല്ലാനും ബലപ്പെടുത്തിയിട്ടുണ്ട്, കാരണം അതല്ലാതെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ അടിയിലിരിക്കുന്ന ഈ പീസാണ് പഴയത്. അതിൻ്റെ മുകളിൽ സെപ്പറേറ്റ് കട്ടിയുള്ള തകിട് വെച്ചിട്ട്, തകിടല്ല അതിൻ്റെ ക്ലാമ്പ് ബോക്സിന് വന്ന ക്ലാമ്പ് വെച്ച് നല്ല രീതിയിലുള്ള ബലപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ബാക്കിലേക്ക് വന്ന കമ്പിയാണ് ഈ വലിയ കമ്പി, അതിൻ്റെയും രണ്ട് സൈഡും ബലപ്പെടുത്തി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ നോക്കുമ്പോണ്ടല്ലോ ഈ ഇവിടെയുള്ള ഈ അടിയിൽ പ്ലാറ്റ്ഫോം വന്ന എല്ലാ ബോൾട്ടും തന്നെ പൊട്ടിയിരിക്കുക, ഒന്നും അതുമേ കറക്റ്റായിട്ട് ഇതല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതിപ്പോൾ ഇതേപോലെ അഴിച്ചിട്ട് നമുക്ക് കൊണ്ടുപോണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഇത് വെൽഡ് ചെയ്ത് അതിൻ്റെ അടിയിലത്തെ നട്ടുകളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി അഴിച്ചാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് അഴിക്കേണ്ടി വന്നേക്കാണ്. ഇപ്പോൾ ശരിക്കും വണ്ടി കാലത്ത് വാഷ് ചെയ്ത് വന്നുകൊണ്ടാണ്, പക്ഷേ നമുക്ക് ഈ കണ്ടീഷനിലായിരുന്നു അഴിച്ച് കഴുകണ്ടേ. കാരണം അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമുക്ക് കാർബറേറ്ററും കൂടി ഒന്ന് അഴിച്ച് കാർബറേറ്റർ, എയർ ഫിൽറ്റർ, പ്ലഗ് ഈ 3 ഐറ്റം കൂടി ഒന്ന് നോക്കാനുണ്ട്. അപ്പോൾ നിലവിൽ ഈ ബോഡി ഫുള്ളായിട്ട് അഴിച്ചിട്ട് വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വെൽഡ് ചെയ്ത് കിട്ടിയാണത് ഒരുപാട് ലേറ്റായിട്ടാണ്. അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങും കൂടി ചെയ്തിട്ടിട്ട് വേണം, നാളെയാണ് വണ്ടി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ രാവിലെ എടുക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് ആ സമയത്തിനുള്ളിൽ തറയിൽ നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കല്ല, പുറമെ വന്ന വർക്കാണ് പെയിൻറ്റിങ് വന്നിരുന്നത്. അത് വെൽഡ് ചെയ്തിട്ട് അവിടെ വെൽഡിങ് വർക്ക്ഷോപ്പിൽ നിന്ന് അത് ചെയ്ത് കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ ആയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടി കംപ്ലീറ്റ് ആവും. എന്തായാലും നാളെ വൈകിട്ടത്തേക്കാണ് വണ്ടി ആവുള്ളൂ കേട്ടോ. അത് കാലത്ത് പ്രതീക്ഷിച്ചിരിക്കരുത്. അത്യാവശ്യം കാര്യങ്ങൾ വേറെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാം. കാരണം ഇത് നാളെ വൈകിട്ടത്തേക്കാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തു പോകാം. കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഗാർഡൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വെൽഡ് ചെയ്തിട്ട് നല്ല അനങ്ങാത്ത രീതിയിലൊക്കെ പിടിപ്പിച്ച് സംഭവം ക്ലിയറാക്കി നമുക്ക് ചെയ്യാം. പക്ഷേ അതിന് സമയമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. ഇതെന്നെ ഞാൻ പറഞ്ഞില്ലേ വാഷിംഗ് ഡേസ് പറഞ്ഞത്, ഈ സൈഡൊക്കെ ഉണ്ടോ ഇവിടേക്ക് ഇരിക്കണ ചെളി അങ്ങനെ തന്നെ ഇരിക്കുക. ഉള്ളിലൊക്കെ ചെളി ഒന്നും പോയിട്ടില്ല. നമ്മളങ്ങനെ അഴിച്ചപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ അഴിച്ചായിരുന്നു കഴുകുണ്ടായിരുന്നത്. അതിനിപ്പോൾ അങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ പിന്നെ കഴുകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ ഈ രീതിയിൽ അഴിച്ച് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ രീതിയിൽ വേണമെങ്കിൽ വാഷ് ചെയ്യുക കേട്ടോ. അതിനിപ്പോൾ ബാക്കിയത്തെ ചെയ്തു എന്ന രീതിയിൽ നമുക്കിത് വേണമെങ്കിൽ ചെയ്ത് കയറ്റാവുന്നുള്ളൂ. കാരണം ഈ ചേസിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പുണ്ട്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് പെയിൻറ്റിങ്ങൊക്കെ ടച്ച് ചെയ്തൊക്കെ ക്ലിയർ ചെയ്ത് തരാം. അതിന് പുറമെ നമുക്ക് തരേണ്ടത് സമയമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സമയം തന്ന് നാളെ വൈകിട്ടത്തേക്ക് മതിയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പണിയൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ.